വാട്ട്സ്ആപ്പ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. സോ ഇത് നമ്മുടെ സെയിം ഡേ തന്നെ സെക്കൻഡ് ഷൂട്ടാണ്. കാരണം ആദ്യം ഞാൻ ഉണ്ടാക്കിയ വീഡിയോ നമ്മുടെ Z650 RSൻ്റെ ആയിരുന്നു. ഇപ്പം പുതിയ കവാസാക്കി ലോഞ്ച് ചെയ്ത്. സോ നമ്മുടെ കൂടെ ഇന്ന് വേറെ ഒരു സ്പെഷ്യൽ ബൈക്കും കൂടി ഉണ്ട്. അതും പുതിയ റിലീസ് തന്നെയാണ്. പക്ഷേ നേരത്തെ മുതൽ ആ ബൈക്ക് ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. അതാണ് നമ്മുടെ പുതിയ 2022 Z900 BS6. സോ ഇതിൻ്റെ നമുക്ക് ലുക്സിൽ നിന്ന് തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യും. ലുക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസ് എന്ന് വെച്ചാൽ ഇത് പുതിയ കുറേ ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അത് കഴിഞ്ഞ് പിന്നെ എൻജിൻ, ദെൻ നമ്മൾ ഈ ബൈക്ക് റൈഡ് ചെയ്യുന്നതായിരിക്കും. പുത്തൻ പൊളി ബൈക്കാണ്. സോ നമുക്ക് നേരെ ലുക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആസ് യൂഷ്വൽ ലുക്സും കാര്യങ്ങളൊക്കെ. ബട്ട് ഇതിൻ്റെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ടേക്കാണ്, അല്ലേ എനിക്ക് ഇതിൻ്റെ LED കാര്യങ്ങളൊക്കെ കാണിക്കായിരുന്നു. സോ ഫ്രണ്ട് നോക്കുമ്പോൾ പുതിയൊരു റീഡിസൈൻ ചെയ്ത് ഇപ്പം നമുക്ക് ഇവിടെ DRL ഒക്കെ കിട്ടുന്നുണ്ട്. പഴയ Z900-നകത്ത് നമുക്കൊരു ഹാലോജൻ സിസ്റ്റം ആയിരുന്നു. ഇപ്പം ഫുൾ LED ആക്കി. ഇൻഡിക്കേറ്റർ ആണെങ്കിലും LED ആക്കി. ഈ സെയിം ഡിസൈനിൽ ഇൻഡിക്കേറ്ററാണ് നമ്മൾ Z650 RS-നകത്തുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ കാണാമല്ലോ ഡ്യുവൽ ഡിസ്ക് ആണ്. ഇത്ര വലിയ ബൈക്ക് ആകുമ്പോൾ ആദ്യം നമുക്ക് ഡ്യുവൽ ഡിസ്ക് എല്ലാം തന്നെ കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ ടാങ്കാണ് 17 ലിറ്ററിൻ്റെ മാസീവ് ടാങ്കാണ് വന്നേക്കുന്നത്. പിന്നെ സീറ്റ് ഹൈറ്റിലും കുറച്ച് സീറ്റ് ഹൈറ്റ് ഇപ്പോൾ ഇൻക്രീസ് ആയിട്ടുണ്ട്. 820 mm സീറ്റ് ഹൈറ്റാണ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 125 mm ഉള്ളൂ. തീരെ കുറവാണ്, കാരണം ഇതൊരു നേക്കഡ് സ്പോർട്സ് ബൈക്കാണ്. ഇനിയിപ്പോൾ നമ്മൾ സൈഡിൽ നോക്കുമ്പോഴാണ് ഇതിൻ്റെ അഗ്രസീവ്നെസ്സും ആ ബൾക്കിനെസ്സും എല്ലാം നമുക്ക് ശരിക്കും ഫീൽ ആവുന്നത്. ആ ട്രെലിസ് ഫ്രെയിം തന്നെ കണ്ടില്ല, എന്ത് അട്രാക്റ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇതിനകത്ത് ഇപ്പം കളർ ചേഞ്ചസും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ഒക്കെ ട്രെലിസ് ഫ്രെയിം ലൈക്ക് ബ്ലാക്കിലായിരുന്നു. ഇപ്പം ഇവർ ഈ കളർ സ്കീം ചേഞ്ച് ചെയ്തപ്പോൾ ട്രെലിസ് ഫ്രെയിം കുറച്ചും കൂടി എടുത്ത് കാണുന്ന രീതിയിലാണ് ഗ്രീനൊക്കെ അടിച്ചേക്കുന്നത്. പിന്നെ നമുക്ക് സ്റ്റോക്ക് എക്സോസ്റ്റ് ആണ് ഇത് വരുന്നത്. നമുക്ക് ആഫ്റ്റർ മാർക്കറ്റും കിട്ടും. അത് ഈ ഷോറൂമിൽ തന്നെ കിട്ടും. നിങ്ങൾക്ക് ഡൽഹി ഛത്തർപൂർ കവാസാക്കി നിന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഈ ഷോറൂമിൽ വരാം. സോ പ്രൈസും കാര്യങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുന്നേ ഇനി നമുക്ക് നേരെ എൻജിൻ സ്പെസിഫിക്കേഷനിലേക്ക് വരാം. ഇതിൻ്റെ ഒരു 1000 cc എൻജിനാണ്. ഇൻലൈൻ 4 എൻജിൻ വിച്ച് പ്രൊഡ്യൂസസ് 125 ഹോഴ്സ് പവർ ആൻഡ് 98 Nm ഓഫ് ടോർക്ക്. അക്രമ സാധനമാണ്. പിന്നെ വേറെ ഫീലാണ്, കാരണം ഇത് ഓടിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതിലേക്കും പോവാം. സോ എൻജിൻ സ്പെസിഫിക്കേഷൻ തീർന്നില്ല. 125 ഹോഴ്സ് പവർ, 98 Nm ഓഫ് ടോക്ക്. പിന്നെ ലിക്വിഡ് കൂൾഡ് എൻജിനാണ്. 6 സ്പീഡ് ഗിയർ ബോക്സാണ് ബൈക്കിൽ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ബാക്കിൽ വരുമ്പം ബാക്കിൽ വലിയ ചേഞ്ചസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ആ സെയിം ഇൻഡിക്കേറ്ററും എന്നുള്ള ഒരു റെയർ ലൈറ്റും. സോ ഇതായിരുന്നു ഈ ബൈക്കിൻ്റെ ഓവറോൾ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം. ഇനിയിപ്പോൾ ടയറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്നേക്കുന്ന 120 സെക്ഷൻ്റെ ടയറാണ്. ബാക്കിൽ വന്നേക്കുന്ന 180 മാസീവായിട്ടുള്ള ഒരു ടയറാണ്. പിന്നെ വീൽ ബേസിനെ കുറിച്ച് പറയുകയാണ് 1455 വീൽ ബേസാണ് വന്നേക്കുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ 820 mm സീറ്റാണ് ഇവിടെ വന്നേക്കുന്നത്, സ്പ്ലിറ്റ് സീറ്റാണ്. പിന്നെ പില്ലിയൻ സീറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം പിള്ളേർ വെച്ചുകൊണ്ട് പോകാൻ പറ്റിയ ഒരു സീറ്റാണ്. നിങ്ങളെല്ലാം ഗേൾ ഫ്രണ്ടെന്ന് അല്ല അമ്മനെല്ലാം പച്ചക്കറി മേടിക്കാൻ കൊണ്ടുപോയാൽ പറ്റിയൊരു സീറ്റൊന്നുമല്ല ഇത്. സോ ഇതൊക്കെയാണ് ഓവറോൾ ബേസിക് കാര്യങ്ങൾ, വാക്ക് അറൗണ്ട് ലുക്കും അല്ല. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കാണിക്കാം. അപ്പോൾ എൻ്റെ ഫ്ലാറ്റ് ഫുട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കാം. യെസ്, എൻ്റെ 2 കാലും ഫ്ലാറ്റ് ഫുട്ട് ആവുന്നുണ്ട്. നമ്മൾ ആ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്കത് കാണാം. സോ ലൈക്ക് എൻ്റെ ഹൈറ്റ് 5'10" ആണ്. എന്നാലും സുഖമായിട്ട് എനിക്ക് ഇത് ഇരിക്കാമെന്നുള്ളൂ. പിന്നെ 213 ഇതിൻ്റെ ഡ്രൈ വെയ്റ്റ്. സോ 213 കിലോ ഉണ്ടായിട്ട് എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കുഴപ്പമില്ലാത്ത ഒരു വെയിറ്റാണ്. പക്ഷേ ഓടിക്കുന്ന സമയത്ത് അതൊന്നും അറിയത്തില്ല, കാരണം അത്ര മാസീവ് പവറാണ് ഈ ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെ ഉള്ളായിരുന്നു ഓവറോൾ വാക്ക് അറൗണ്ടും കാര്യങ്ങളെല്ലാം. ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പാർട്ടിൽ പോവുക, അതാണ് ഇതിൻ്റെ റൈഡിങ്ങിലേക്ക്. സോ ഗൈസ്, അങ്ങനെ നമുക്ക് നമ്മുടെ പുതിയ 2022 Z900 ടെസ്റ്റ് റൈഡ് അടിക്കാൻ കിട്ടിയിട്ടുണ്ട്. ഐ മീൻ ചെറിയൊരു റൈഡ് റിവ്യൂ കാര്യങ്ങളെല്ലാം. പിന്നെ ഇത് സ്റ്റോക്ക് എക്സോസ്റ്റ് അല്ല, ഇതിൽ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ആണ് വന്നേക്കുന്നത്. സോ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ഐ മീൻ ബൈക്ക് ഓടിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ന്യൂട്രല്ല. ഇതിന് ഒച്ച ഒന്ന് ചെറുതായിട്ട് ഏൽപ്പിക്കാം. ആഹാ, സ്മൂത്ത് സൗണ്ട്, ഇൻലൈൻ 4ൻ്റെ പവർ. വണ്ടിക്ക് നല്ല രീതിയിൽ ചാട്ടമുണ്ട്. സീൻ ഞാൻ ഇന്ന് മുന്നേ Z900 ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഇവിടെ ഐ ബട്ടണിൽ വരുന്നുണ്ടായിരിക്കും. സോ ആ ബൈക്ക് ഈ ബൈക്ക് വെച്ച് കമ്പയർ ആണ്, അന്യായ റീഫൈൻമെൻ്റ് ആണ് ബൈക്കിൽ വന്നേക്കുന്നത്. ഇതാണ് ഇവിടെ. പിന്നെ ഫുൾ ട്രാഫിക്കും കൂടി ആയതുകൊണ്ട്
അയ്യോ, പോളീസ് സാധനം. നല്ല ഡിഫറൻസ് ഉണ്ട് BS4 BS6. ഞാൻ വെച്ച റീഫൈൻമെൻ്റ് ഒക്കെ വന്ന്, സാധാരണ എല്ലാം ബൈക്ക് BS4ൽ നിന്ന് BS6ലേക്ക് വരുമ്പോൾ റീഫൈൻമെൻ്റ് ഉണ്ട്, അതിൻ്റെ പിക്കപ്പും കാര്യങ്ങളൊക്കെ കുറവാണ്. പക്ഷേ ഇതാണ് വേറെ സംഭവം. ഓ, പിന്നെ പവറും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് മറ്റേൽ വെച്ചാൽ കമ്പയർ ചെയ്യുമ്പം. ലീത്തൽ മെഷീൻ. പിന്നെ ഈ TFT ഡിസ്പ്ലേ പൊളിച്ച് എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. ഒരു ചെറിയ ഓപ്പൺ സ്ട്രെച്ച് കിട്ടുമായിരുന്ന സംഭവം കാണിക്കായിരുന്നു. ഫസ്റ്റ് ഗിയർ എൻ്റെ മോനെ നല്ല ടോളായിട്ടുള്ളൊരു എൻജിനാണ്. നമുക്ക് എന്തായാലും ചെറിയൊരു സ്ട്രെച്ച് എടുത്ത് നോക്കാം ഫ്രണ്ടിൽ നിന്നിട്ട്. ഞാൻ അതിനായി വെയിറ്റ് ചെയ്യുന്നത്, കാരണം നമുക്ക് ഈ ചെറിയ റോഡിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് ഫ്രണ്ടിൽ പോയി പെട്ടെന്നൊരു യൂട്ടേൺ അടിച്ചിട്ട് വരാം. ദൈവമേ, ഇത് എന്നാ വണ്ടി ടോർക്കൊക്കെ. ഓ, ലീത്തൽ മെഷീൻ. ആ ടോർക്ക് ഹിറ്റ് ചെയ്യുന്ന നമുക്ക് നല്ല രീതി അറിയാൻ പറ്റുന്നുണ്ട്, അത് 16ന്റെ ഒക്കെ സ്പീഡിൽ പോകുമ്പം. പിന്നെ ഇപ്പം ഓഫീസ് അവറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് റഷ് നല്ല രീതിയിലുണ്ട്. ദൈവമേ, ഒരു പേടി ചെയ്തിരിക്കുമോ. കാരണം ഞാൻ BS4 ഒക്കെ ഓടിച്ച സമയത്ത് എനിക്ക് ഒരിക്കലും ആ ഒരു പേടിയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇത് അക്രമ സാധനമാണ്, നമ്മൾ വിചാരിക്കുന്ന പോലും ഒന്നുമല്ല. നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട് പുതിയ 2022 ഇതിൽ Z900ൽ. ഇവിടുത്തെ റെഡ് ലൈറ്റും എന്തായാലും പച്ചയാവാറായി. ഓപ്പോസിറ്റ് ഒരു ഓപ്പൺ സ്ട്രെച്ച് വന്നിട്ടുണ്ട്. സസ്പെൻഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്റ്റിഫർ സൈഡില്ല, ബാക്കിയെല്ലാം ഓക്കെയാ. പിന്നെ ഇത്ര ഹൈ സ്പീഡിൽ വണ്ടി കയറി പോകുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ട്.
ഇതിൻ്റെ ഒച്ചയാണ് ശരിക്കും പേടിപ്പിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് റൈറ്റാണ് എടുക്കാനുള്ളത്. സോ റൈറ്റ് സൈഡിലേക്കുള്ള ഇതെന്തായാലും ലൈറ്റ് പോയി. Meanwhile. cc. Meanwhile. ശരിക്കും ഈ ബൈക്ക് ഓടിക്കാൻ ഒരു പ്ലഷർ എന്നാണ്, ഒരു ഡൗട്ടും ഇല്ല. ഈ പ്രൈസ് സെഗ്മെന്റ് എനിക്ക് തോന്നുന്നില്ല ഒരു വേറെ ബൈക്ക് ഉണ്ടെന്ന് ഈ മാർക്കറ്റ് ഇത് നോക്കി പൊട്ടിക്കാനായിട്ട്. അമ്മാതിരി മെഷീനാണ് കാവാസാക്കി ഉണ്ടാക്കുന്നത്. ഇതൊക്കെയാണ് ബൈക്കിൻ്റെ ഓവറോൾ റൈഡിങ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ എത്ര പറഞ്ഞാലും നമുക്ക് ഓടിക്കുന്നവരെ ഈ ബൈക്കൊന്നും നമുക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല ഇതിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ. ട്രാഫിക്കിലൊക്കെ നിമ്പിളാണ്, കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം എടുക്കാവുന്നേ ഉള്ളൂ. ഹീറ്റിംഗ് ഒന്നും ഇല്ല ഈ ബൈക്കിന്. അതിപ്പോൾ BS4 ആവട്ടെ BS6 ആവട്ടെ, അതാണ് ഈ ബൈക്കിന്നൊക്കെ വലിയ ഹൈലൈറ്റ്. പിന്നെ ഈ വീഡിയോനകത്ത് ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന്. പിന്നെ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസൊക്കെ നമ്മൾ ഇനി ഈ വർഷം കൊണ്ടുവരാൻ പോകുന്നേ ഉള്ളൂ. അതിനായിട്ട് നിങ്ങൾക്ക് ഒറ്റൊരു കാര്യം ചെയ്യേണ്ടതുള്ളൂ, എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ പുതിയ 2022 BS6 Z900. അക്രമ വണ്ടി, അന്യായ പവർ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ആൻഡ് ടിൽ ദെൻ ഗൈസ്, ഇറ്റ്സ് മീ Haru Sadish signing off.